മൈ ഡിയർ സ്റ്റുഡൻസ്, ഡോക്ടർ ജെയിംസ് ടൈലർ കെൻ്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 299 എപ്പിസോഡിൽ നൈട്രിക് ആസിഡ് എന്ന അധ്യായത്തിൻ്റെ 5ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് നൈട്രിക് ആസിഡിൻ്റെ ചില സവിശേഷമായ വേദനകൾ, ചുമ, നഖവുമായിട്ട് ബന്ധപ്പെട്ട ചില ലക്ഷണങ്ങൾ, ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട ചില സവിശേഷമായ ലക്ഷണങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ക്ലിനിക്കലി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലക്ഷണങ്ങളാണ് ഇവയെല്ലാം. നമുക്കത് ശ്രദ്ധിക്കാം. ഹോഴ്സ്നെസ് ആൻഡ് അൾസറേഷൻ ഓഫ് ദ ലാരിങ്സിൽ സ്വനപേടകത്തിൽ ശബ്ദം ശരിയായി വരാത്ത തരത്തിലുള്ളൊരു കിരികിരിപ്പ്, അവിടെ വ്രണങ്ങൾ, വോയിസ് ലോസ്റ്റ്, ശബ്ദം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോകുന്നു. ലാരിഞ്ചൈറ്റിസ് ഇൻ ഓൾഡ് സിഫിലിറ്റിക് സബ്ജക്ട്സ്, സിഫിലിസ് ബാധിച്ച് വളരെ പഴകിയ രൂക്ഷമായ കേസുകളിൽ സ്വനപേടകത്തിൽ അണുബാധ, വീക്കം. ഒപ്രഷൻ ഓഫ് ദി ചെസ്റ്റ് അമീറഡ് ബൈ എക്സ്പെക്ടറേഷൻ, നെഞ്ചിൽ വല്ലാത്ത ഭാരം, ശ്വാസം കിട്ടാൻ പ്രയാസം, കഫം പോകുമ്പോൾ അതിന് ആശ്വാസമുണ്ട്. ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ശരിയായ രീതിയിൽ ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായിട്ടും ശ്വാസം വലിക്കാൻ പറ്റുന്നില്ല. ഇൻ്റർമിറ്റൻറ്റ് ബ്രീത്തിങ്, ശ്വാസത്തിൻ്റെ ആ ഒരു താളം നഷ്ടപ്പെട്ടു പോകുന്നു, ഇടയ്ക്ക് ചില ശ്വാസം കിട്ടാതെ പോകുന്നു. ദ കോഫ് ഈസ് അഗ്രേറ്റ് ബൈ വിൻ്റർ ഇറ്റ് അഗ്രവേറ്റ് ഇൻ എ വാം റൂം ആൻഡ് ഫ്രം ബിക്കമിങ് വാം. ഒരു വൈരുദ്ധ്യം അവിടെ കാണാം ചുമയുടെ കാര്യത്തിൽ. മഞ്ഞുകാലത്ത് അത് വർദ്ധിക്കും, പക്ഷെ അതേസമയം ചൂടുള്ള മുറിയിലും ശരീരം ചൂടാകുമ്പോഴും അപ്പോഴും അത് വർദ്ധിക്കും. രണ്ട് തരത്തിലും ഒരു എക്സ്ട്രീം കണ്ടീഷനിലും ചുമ വർദ്ധിക്കുന്നുണ്ട്. The cough is dry, barking, aggravated during the night, aggravated by lying, aggravated before midnights, come on during sleep. അപ്പോൾ ചുമയുടെ മൊഡാലിറ്റീസാണ്. വരണ്ട ചുമയാണ്, കുരയ്ക്കുന്ന പോലുള്ള ചുമയാണ്, രാത്രിയിൽ വർദ്ധിക്കുന്നു, കിടക്കുമ്പോൾ വർദ്ധിക്കുന്നു, അർദ്ധരാത്രിക്ക് മുൻപ് വർദ്ധിക്കുന്നു, ഉറക്കത്തിൻ്റെ സമയത്ത് വന്നു തുടങ്ങുന്നു. കോഫ് ഇസ് ഹെക്ടിക് ഫീവർ ആൻഡ് നൈറ്റ് സ്വെറ്റ്സ്, എറിയും കുറഞ്ഞും വരുന്ന രൂക്ഷമായ പനിയോട് ചേർന്ന് ചുമ വരുന്നു, രാത്രി വിയർപ്പ്. പാരോക്സിസ്മൽ കോഫ് വിത്ത് റച്ചിങ് ലൈക്ക് വൂപ്പിംഗ് കോഫ്, വയലന്റ് റേക്കിംഗ് കോഫ്. ചുമ അല്ലാതെ ഈ നിലങ്കാര ചുമയിലൊക്കെ ഉണ്ടാകുന്ന പോലെ പെട്ടെന്ന് വരുന്ന വളരെ രൂക്ഷമായ ചുമ. അതിനോടൊപ്പം ഛർദ്ദിക്കാൻ വരും, പക്ഷെ ഛർദ്ദിച്ച് പോവില്ല. വളരെ രൂക്ഷമാണ്, ശരീരത്തെ മൊത്തമിട്ട് കുലുക്കുന്ന തരത്തിലുള്ള ചുമ. ഹാർഡ് പ്രൊലോങ്ഡ് കോഫിംഗ് സ്പെൽസ് വിത്ത് ഡിഫിക്കൽട്ട് എക്സ്പെക്ടേഷൻ, കഠിനമായ നീണ്ടു നിൽക്കുന്ന ചുമ, ഇങ്ങനെ ചുമച്ചിങ്ങനെ നീണ്ടു നിൽക്കുന്ന ചുമ. അതിനൊക്കെ കഫം തുപ്പിക്കളയാൻ വളരെ പ്രയാസമുണ്ട്. പഴയ ക്ഷയരോഗികളും മറ്റുമൊക്കെ കാണുന്ന തരത്തിലുള്ള ചുമ. ദ ഇറിറ്റേഷൻ ടു കോഫ് ഈസ് ലൈക്ക് എ ടിക്ലിംഗ് ഇൻ ദ ലാരിങ്സ്. ഈ തൊണ്ടയിൽ സ്വനപേടകത്തിലൊരു ഇക്കിളി പോലെ വന്നിട്ടാണ് ചുമക്കാനുള്ളൊരു തോന്നൽ വരുന്നത്. ദ എക്സ്പെക്ടേഷൻ ഇസ് ഗ്രീനിഷ് വിസിഡ് ഓർ തിൻ ഡേർട്ടി വാട്ടറി ബ്ലഡി മ്യൂക്കസ് ഓർ ഡാർക്ക് ക്ലോട്ടഡ് ബ്ലഡ്. അപ്പോൾ ഈ വരുന്ന കഫം പച്ച നിറത്തിൽ വരാം, നല്ല കൊഴുത്ത നിറത്തിൽ വരാം, അല്ലെങ്കിൽ നേർത്ത് വരാം, വൃത്തികെട്ട നിറത്തിലും മറ്റുമൊക്കെ ആകാം, വെള്ളം പോലെയാകാം, ചോര കലർന്ന കഫമായിട്ടും വരാം. പലതരത്തിലാണ് കഫം വരുന്നത്. ലൂസ് കോഫ് ഇൻ ഡേ ടൈം, ഡ്രൈ അറ്റ് നൈറ്റ്. പകല് ഇളകിയ ചുമ, കഫം ഇളകി വരും, രാത്രി വരണ്ട ചുമയാണ്. റാറ്റ്ലിംഗ് ഇൻ ഡേ ടൈം ബട്ട് നോ എക്സ്പെക്ടേഷൻ. പകല് ഇങ്ങനെ കുറുങ്ങൽ പോലെ നെഞ്ചിൽ വരും, പക്ഷെ കഫം പോവില്ല. കോഫ് ഇൻ ബ്രോക്കൺ ഡൗൺ കോൺസ്റ്റിറ്റ്യൂഷൻസ് ഫ്രം ലിവർ ആൻഡ് ലങ് അഫെക്ഷൻസ് ഇൻ ട്യൂബർക്കുലസ് സബ്ജക്ട്സ്. അപ്പോൾ ക്ഷയരോഗം ബാധിച്ച ആളുകളിൽ, കരൾ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിൽ, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരിലൊക്കെ അങ്ങനെ ആകെ രോഗാതുരായി തകർന്ന അവസ്ഥയുള്ളവർ, ജീവിതം തകർന്ന് ഒരു അവസ്ഥയിലുള്ള ആളുകളിലുണ്ടാകുന്ന ഒരുതരം ചുമ. അപ്പോൾ ക്ഷയരോഗികൾ മാത്രമല്ല, കരൾ സംബന്ധമായ രോഗികളിലും ഒക്കെ, ശ്വാസകോശത്തിൻ്റെ മറ്റു രോഗാവസ്ഥകളിലൊക്കെ ഇത്തരം ചുമയുണ്ടാകാം. അപ്പോൾ ആകെ ഒരു അവശരമായ ഒരു അവസ്ഥ. ദ സ്പ്യൂട്ടം ടേസ്റ്റ് ബിറ്റർ, സോർ ഓർ സാൾട്ടി. ഈ കഫത്തിന് കയ്പ് രുചി ഉണ്ടാകാം, ചവർപ്പുണ്ടാകാം, ഉപ്പ് രുചി ഉണ്ടാകാം. ഇറ്റ്സ് ഒഫൻസീവ് ഈവൻ പ്യൂട്ടിഷ്. പക്ഷെ ദുർഗന്ധമുണ്ട്, വല്ലാതെ ചീഞ്ഞ് നാശമായിട്ട് വരുന്നൊരു ദുർഗന്ധം, വായിൽ ദുരിച്ച രുചിയൊക്കെ വരാം. ഹീസ് കവേർഡ് വിത്ത് സ്വെറ്റ് ഡ്യൂറിങ് എഫേർട്സ് ടു എക്സ്പെക്ടറേറ്റ്. ഈ ചുമച്ച് കഫം തുപ്പാനുള്ള
അധ്വാനത്തിന് ഇടയിൽ, പരിശ്രമത്തിനിടയിൽ ആളാകെ വേർത്ത് കുളിക്കും. സ്റ്റിച്ചിങ് ഇൻ ദ ചെസ്റ്റ്, നെഞ്ചിൽ കുത്തുന്ന പോലെ തുന്നുന്ന പോലെ ഉള്ള വല്ലാത്ത വേദനകൾ. ഇൻ ടൈഫോയിഡ് ന്യൂമോണിയ വിത്ത് റാറ്റ്ലിംഗ് ഇൻ ദ ചെസ്റ്റ്, ഇനബിലിറ്റി ടു എക്സ്പെക്ട്രേറ്റ്. അപ്പോൾ ഒരു ടൈഫോയിഡിൻ്റെ ഒരു പരിണിതഫലമായി ഉണ്ടാകുന്ന ന്യൂമോണിയയിൽ, പനിയും ന്യൂമോണിയ ലക്ഷണങ്ങളൊക്കെ ആയിട്ട് വരുന്ന അവസ്ഥയിൽ നെഞ്ചിലിങ്ങനെ കുറുങ്ങൽ, ചുമച്ച് തുപ്പാനുള്ള പ്രയാസം. ഓർ വെൻ ഹി ക്യാൻ എക്സ്പെക്ട്രേറ്റ് ദ സ്പ്യൂട്ടം ഇസ് ബ്രൗൺ ആൻഡ് ബ്ലഡി ആൻഡ് ദ യൂറിൻ സ്മെൽസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഹോഴ്സ്. അപ്പോൾ ചുമച്ച് തുപ്പാൻ പറ്റുന്നൊരവസ്ഥയിലാണെങ്കിലോ ഈ കഫത്തിന് തവിട്ട് നിറം, ചോര കളർന്ന നിറം. അപ്പോൾ എന്നിട്ട് അതിനോടൊപ്പം നൈട്രിക് ആസിഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം കുതിരമൂത്രത്തിൻ്റെ മണവും, അതും അതിനോട് ചേർന്ന് വരാം. ഇൻ ട്യൂബർക്കുലോസിസ് വിത്ത് നൈറ്റ് സ്വെറ്റ്സ് ആൻഡ് ഹീമോറ്റൈസിസ്, പാൽപിറ്റേഷൻ. ഇനി ക്ഷയരോഗികൾ വരുന്നു. ക്ഷയരോഗികളിൽ രാത്രി വിയർപ്പും രക്തം കഫവും തുപ്പുന്ന ഒരവസ്ഥയും, ആ ഒരവസ്ഥയിലും നൈട്രിക് ആസിഡ് വരും. പാൽപിറ്റേഷൻ ഫ്രം എക്സൈറ്റ്മെൻറ്റ് ഓൺ അസെൻഡിങ് സ്റ്റേഴ്സ്, ഉത്തേജനം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോണിപ്പടികൾ കയറുമ്പോൾ നെഞ്ചിടിപ്പ് വല്ലാതെ വർദ്ധിക്കുന്നു. ദ പൾസ് ഈസ് റാപ്പിഡ്, ഇറഗുലർ ആൻഡ് എവറി ഫോർത്ത് ബീറ്റ് ഈസ് മിസ്ഡ്. വളരെ സവിശേഷമായ രീതിയിലാണ്. വളരെ വേഗത്തിൽ ഹൃദയസ്പന്ദനങ്ങൾ ഉണ്ടാകാം. അത് ക്രമം തെറ്റിയാകാം. ഇനി ഈ ക്രമത്തിൽ വരികയാണെങ്കിൽ തന്നെ 4ാമത്തെ ബീറ്റ് ഉണ്ടാവുന്നില്ല, അത് മിസ്സിങ് ആയി പോകുന്നു. അത് നിങ്ങൾക്ക് പരിശീലനം കിട്ടിയവർക്ക് പൾസ് നോക്കുമ്പോൾ അത് മനസ്സിലാവും. സ്വെല്ലിംഗ് ഓഫ് ഗ്ലാൻസ് ഓഫ് നെക്ക് ആൻഡ് ആക്സില, കഴലയിലും കഴുത്തിലുമൊക്കെയുള്ള ഗ്രന്ഥികളിൽ, ലിഫർ ഗ്രന്ഥികളിലൊക്കെ വീക്കം വരുന്നു. സ്റ്റിഫ് നെക്ക്, കഴുത്താകെ ഉറച്ചു പോകുന്നു, ചലിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നു. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ബാക്ക് ആൻഡ് ചെസ്റ്റ്, നെഞ്ചിലും മുതുകിലുമൊക്കെ കുത്തുന്ന പോലെ തുന്നുന്ന പോലെയൊക്കെയുള്ള വേദന. ബേണിംഗ് സ്പോട്സ് ഇൻ സ്പൈൻ, നട്ടലിൽ പൊള്ളുന്ന സ്പോട്സ്, ചില സ്പോട്സിലായിട്ട് പൊള്ളൽ അനുഭവിക്കുന്നു. പെയിൻ ഇൻ ബാക്ക് കമ്പലിംഗ് ഹിം ടു ലൈ ഓൺ ദ അബ്ഡമൻ, മുതുക് വേദനയുണ്ട്. മുതുക് വേദന വരാൻ നേരത്ത് അയാൾ കമിഴ്ന്ന് കിടക്കണം, നിവർന്ന് കിടക്കാൻ പറ്റില്ല. ഷാർപ്പ് പെയിൻസ് ഇൻ ബാക്ക് ആൻഡ് ലിംസ് ഇൻ ടേപ്സ് ഡോർസാലിസ്, ഈ സിഫിലിസിൻ്റെ ഒരു വഷളായ ഒരു അവസ്ഥയിൽ നട്ടലിൻ്റെ ആ ഡോർസൽ റീജിയനിലുള്ള നാഡികളെ അത് ബാധിച്ചിട്ട് അയാൾക്ക് തളർച്ച വരുന്നു, നടക്കുമ്പോൾ സ്റ്റഡിയായിട്ട് നടക്കാൻ പറ്റാതെ വരുന്നു, അങ്ങനത്തെ അവസ്ഥ വരുന്നു. പിന്നിൽ മൊത്തത്തിൽ വളരെ രൂക്ഷമായ വേദനകളുണ്ട്, കാലുകളിലും കൈകാലുകളിലും അങ്ങനത്തെ വേദനയുണ്ട്. അങ്ങനെ ഒരു സിഫിലിസിൻ്റെ ഒരു ലേറ്റസ്റ്റ് സ്റ്റേജ് വരുന്നൊരു അവസ്ഥ കൂടി നൈട്രിക് ആസിഡ് കവർ ചെയ്യുന്നുണ്ട്. റൊമാറ്റിക് പെയിൻസ് ഇൻ ലിംസ്, കൈകാലുകളിൽ വാദസംബന്ധമായ വേദന. അമീസിയേഷൻ ഓഫ് അപ്പർ ആംസ് ആൻഡ് തൈസ്, കൈകളുടെ മേൽഭാഗത്തും തുടയിലും ശോഷിക്കുന്നൊരവസ്ഥ. വീക്ക്നെസ് ഓഫ് ലിംസ്, കൈകാലുകളിൽ ക്ഷീണം. ഡ്രോപ്സി ഓഫ് ലിംസ്, കൈകാലുകളിങ്ങനെ ഉറങ്ങി തളർന്നു പോകുന്നൊരവസ്ഥ. ക്രിപ്പിൾഡ് നെയിൽസ്, നഖം മുരടിച്ച് പൊട്ടിയും കേടായിരിക്കുന്ന അവസ്ഥ. റൊമാറ്റിക് പെയിൻസ് ഇൻ അപ്പർ ലിംസ്, മുകളിൽ അപ്പർ ലിംസിൽ വാദസംബന്ധമായ വേദന. സ്റ്റിച്ചിങ്, കുത്തുന്ന പോലെ തുന്നുന്ന പോലെയൊക്കെയുള്ള വേദന. സ്റ്റിച്ചിങ് പെയിൻസ് ഇൻ ലിംസ് ഇൻ കോൾഡ് വെതർ, തണുപ്പ് കാലാവസ്ഥയിൽ കൈകാലുകളിൽ കുത്തുന്ന പോലെയൊക്കെയുള്ള വേദന. നംബ്നെസ് ഓഫ് ആംസ് ആൻഡ് ഹാൻഡ്സ്, കൈകളും കൈപ്പത്തികളിലും മരവിപ്പ്. കോപ്പർ കളേർഡ് സ്പോട്ട്സ് ഓൺ ആംസ്, കയ്യിൽ ചെമ്പിൻ്റെ നിറത്തിലുള്ള സ്പോട്ട്സ്, പാടുകൾ. ചിൽബ്ലെയിൻസ് ഓൺ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ്, വിരലുകളിലും കൈകളിലും ചുവന്ന തരത്തിലുള്ള വീക്കം, മുഴകൾ വരുന്നു, ചിൽബ്ലെയിൻസ് വരുന്നു. കോൾഡ് സ്വെറ്റി ഹാൻഡ്സ്, കൈ തണുത്തിരിക്കുന്നു, വിയർക്കുന്നു. ന്യൂമറസ് ലാർജ് വാട്ട്സ് ഓൺ ബാക്ക് ഓഫ് ഹാൻഡ്സ്, കൈകളുടെ പുറകിൽ നിരവധിയായ വലിയ അരിമ്പാറകൾ വരുന്നു. ഹെർപ്പസ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ്, വിരലുകൾക്കിടയിൽ വരട്ടിയൊറി പോലെ. വെസൈക്കിൾസ് ഓൺ ദ ടിപ്പ് ഓഫ് ദ തമ്പ് ദാറ്റ് ഓപ്പൺസ് ഇൻ ടു അൾസേഴ്സ്, ഫെലോൺസ്, ഡിസ്റ്റോർട്ടഡ് ആൻഡ് ഡിസ്കളേർഡ് നെയിൽസ്, തള്ളവിരലിൻ്റെ അറ്റത്ത് വെസൈക്കിൾസ് വന്നിട്ട് അവിടെ ഇങ്ങനെ പഴുപ്പുള്ള പരുക്കൾ വന്നിട്ട് അത് വ്രണങ്ങളിലേക്ക് തുറക്കുന്നു, വ്രണങ്ങളായിട്ട് മാറുന്നു. വിരൽ ചുറ്റ് അല്ലെങ്കിൽ കുഴിനകം എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. ഡിസ്റ്റോർട്ടഡ് ആൻഡ് ഡിസ്കളേർഡ് നെയിൽസ്, നഖം, ഈ കുഴിനഖം വരുന്ന കൂടാതെ അത് ക്രമം തെറ്റി നിറം മാറിയ നഖങ്ങൾ. യെല്ലോ കർവ്ഡ് നെയിൽ,
യെല്ലോ കർവ്ഡ് നെയിൽസ്, സ്പ്ലിൻറ്റേഡ് സെൻസേഷൻ അണ്ടർ ദ നെയിൽസ്, വളഞ്ഞ നഖം വളഞ്ഞിട്ട് മഞ്ഞ നിറം. മാത്രമല്ല നഖത്തിനിടയിൽ നൈട്രിക് ആസിഡിൻ്റെ ഒരു തനത് സ്വഭാവം, മരക്കുമ്പോൾ കുത്തിവെച്ചിരിക്കുന്ന പോലെ. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ വൂൺസ് ദാറ്റ് ഇൻഫ്ലെയിം ആൻഡ് ഹാവ് ദ സ്പ്ലിൻറ്റർ സെൻസേഷൻ. മുറിവുകൾ വന്നിട്ട് അവിടെ വീക്കം ഉണ്ടാകുന്നു. ഈ വീക്കം ഉണ്ടായ മുറിവുകളിൽ മരക്കമ്പുകൾ കുത്തിവെച്ചിരിക്കുന്ന തരത്തിലുള്ള തോന്നൽ ആ വ്യക്തിക്ക് ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും നൈട്രിക് ആസിഡ് ഉപകരിക്കും. ടിപ്പിക്കലാണെന്ന് പറയുന്നില്ല, അതും ഉപകരിക്കുന്നതാണ്. ടിയറിങ് ഇൻ ദ ലോങ് ബോൺസ് ഓഫ് ദി ലോവർ ലിംസ് അറ്റ് നൈറ്റ്. താഴെയുള്ള അസ്ഥികളിൽ, തുടയിലും കൈയിലുള്ള അസ്ഥികളിൽ ഇങ്ങനെ വലിച്ച് പിരിക്കുന്ന പോലെ തന്നെ വേദന. ലെഗ്സ് ആർ വിയറി ആൻഡ് ബ്രൂയിസ്ഡ്. കാലുകളാകെ ക്ഷീണിച്ച് വേദനിക്കുന്നൊരവസ്ഥ. പെയിൻ ഇൻ ഹിപ്സ് ആസ് ഇഫ് സ്പ്രെയിൻഡ്. അരക്കെട്ടിൻ്റെ ഭാഗത്ത് വേദന, അവിടെ സന്ധികളിൽ സ്പ്രെയിൻ ഉണ്ടായ പോലെ, ഉളുക്കുണ്ടായി അവിടെ കീറലൊക്കെ ഉണ്ടായ പോലുള്ള വേദന. സ്റ്റിക്കിംഗ് പെയിൻസ് അലോങ് ദ നെർവ്സ് ആസ് ഫ്രം സ്പ്ലിൻറ്റേഴ്സ്. നാഡികളിലൂടെ ഇങ്ങനെ സുസ്ഥിരമായി നിൽക്കുന്ന കുത്തുന്ന പോലെ വേദന. അവിടെയും മരക്കമ്പുകൾ കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ അവിടെയും ഉണ്ട്, നാഡികളുടെ വേദനയിലും. സിഫിലിറ്റിക് നോട്ട്സ് ഓൺ ദ ടിബിയ വിത്ത് നൈറ്റ്ലി പെയിൻസ്. കാലിൽ നീളം കുറഞ്ഞ അസ്ഥിയിൽ സിഫിലിറ്റിക് നോട്ട്സ്, സിഫിലിസിൻ്റെ ഭാഗമായിട്ട് വരുന്ന കല്ലിപ്പുകൾ പോലെ വരുന്നു, രാത്രിയിൽ വേദന വരുന്നു. ചിൽബ്ലെയിൻസ് ഓൺ ദ ഫീറ്റ് ആൻഡ് ടോസ്. കാലുകളിലും കാൽവിരലുകളിലും ഈ ചുവന്ന നിറത്തിലുള്ള മുഴകൾ പോലെ വരുന്നു. ഫെജിറ്റീനിക് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ ടോസ്. കാൽവിരലുകളിൽ പെട്ടെന്ന് പടരുന്ന, വ്രണം പോലെ പെട്ടെന്ന് പടരുന്ന പോലെയുള്ള പൊള്ളിയ പാടുകൾ കാലുവിരലുകൊണ്ട് അതിങ്ങനെ പെട്ടെന്ന് പടരുന്ന പോലെ വരുന്നു. ആ കാര്യത്തിൽ ഗ്രാഫൈറ്റീസുമായിട്ട് ഒരു സാദൃശ്യം പറയുന്നുണ്ട്. എക്സ്ട്രീം സോർനെസ് ഓഫ് ദ ടിബിയ. ഈ കാലിലെ നീളം കുറഞ്ഞ അസ്ഥിയിൽ വല്ലാത്ത നൊമ്പരം, അങ്ങേറ്റത്തെ നൊമ്പരം. പ്രൊഫ്യൂസ് ഒഫൻസീവ് സ്വെറ്റ് ഓഫ് ഫീറ്റ്. കാൽപാദങ്ങളിൽ വല്ലാതെയുള്ള ദുർഗന്ധമുള്ള വേദന. ഷോക്സ് ഓൺ ഗോയിങ് ടു സ്ലീപ്പ്. ഉറങ്ങാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞെട്ടുന്ന പോലെ. ദ പെയിൻ കംസ് ഡ്യൂറിങ് സ്ലീപ്സ്. രാത്രി ഉറക്കത്തിൻ്റെ സമയത്ത് വേദന വരുന്നു. സ്റ്റാർട്ടിങ് ഇൻ സ്ലീപ്പ്. രാത്രിയിൽ ഞെട്ടുന്നു, ഉറക്കത്തിൽ ഞെട്ടുന്നു. ആങ്ഷ്യസ് അൺറിഫ്രഷിംഗ് സ്ലീപ്പ് വിത്ത് ഫ്രൈറ്റ്ഫുൾ ഡ്രീംസ്. ഉത്കണ്ഠാജനകമായ ഒരു ഉറക്കം കൊണ്ടുണ്ടാകേണ്ടുന്ന ആ ഒരു ഉന്മേഷം കിട്ടുന്നില്ല. ക്ഷീണിച്ചിട്ടുള്ള ഉത്കണ്ഠ നിറഞ്ഞ ഒരു ഉറക്കം. പേടിപ്പിക്കുന്ന, ഞെട്ടലുളവാക്കുന്ന സ്വപ്നങ്ങൾ, ഭയമുണ്ടാക്കുന്ന സ്വപ്നങ്ങൾ കാണുന്നു. നൈട്രിക് ആസിഡ് ഇസ് എ വെരി യൂസ്ഫുൾ റെമഡി ഇൻ ഫീവേഴ്സ്. പനികളുടെ കാര്യത്തിൽ നൈട്രിക് ആസിഡ് വളരെയധികം ഉപകരിക്കുന്ന ഒരു ഔഷധമാണ്. പലരും ചിന്തിക്കാത്ത കാര്യമാണത്. ദ തേഴ്സ്റ്റ്ലെസ്നെസ് ഡ്യൂറിങ് ഓൾ സ്റ്റേജസ് ഹാസ് ഓഫൺ കോൾഡ് അറ്റൻഷൻ ടു ഇറ്റ്. പനികളിൽ നൈട്രിക് ആസിഡിൻ്റെയൊക്കെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഘടകം, പനിയുടെ എല്ലാ ഘട്ടങ്ങളിലും ദാഹമില്ല. പനിയുടെ ദാഹമില്ലായ്മ ചില ഘട്ടങ്ങളിലായിട്ട് വരാം, പക്ഷെ പനിയുടെ ഒരു ഘട്ടത്തിലും ദാഹമില്ല വരുമ്പോൾ അവിടെ നിങ്ങൾ നൈട്രിക് ആസിഡിനെ കുറിച്ച് കൂടി ചിന്തിക്കുക. കോൾഡ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്. കൈകളിലും കാലുകളിലും തണുത്തിരിക്കുന്നു. ക്രോണിക് ഇൻ്റർമിറ്റൻറ്റ് ഇൻ കാറ്ററ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻസ്. വല്ലാതെ ശോഷിച്ച ശരീരഘടനയുള്ളവരിൽ പഴകിയ സുസ്ഥിരമായ ഇടക്കിട്ട് വിട്ടുവരുന്ന തരത്തിലുള്ള കോപ്പിയസ് നൈറ്റ് സ്വെറ്റ്സ്. രാത്രിയിൽ വല്ലാതെ വിയർപ്പ്. എക്സ്ട്രീം വീക്ക്നെസ്, അങ്ങേയറ്റത്തെ ക്ഷീണം. വിത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ഓഫ് ദ യൂറിൻ. മൂത്രത്തിന് തനി ഗന്ധം എന്നൊക്കെ അറിയാം, കുതിരമൂത്രത്തിന് ഗന്ധം. ആൻഡ് ബ്ലീഡിങ് ഫ്രം സം പാർട്ട് എ ഡാർക്ക് ബ്ലഡ്. ദിസ് റെമഡി വിൽ ആക്ട് വെൽ. ചില ഭാഗങ്ങളിൽ നിന്നും ഇരുണ്ട ചോര ഊർന്നു വരുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിൽ വരുമ്പോൾ ഈ ഔഷധം നൈട്രിക് ആസിഡ് നന്നായിട്ട് പ്രവർത്തിക്കും. നൈട്രിക് ആസിഡിൻ്റെ പൊതു സ്വഭാവം അറിയാം. ആ പൊതു സ്വഭാവത്തോടു കൂടി ഈ പറയുന്ന പർട്ടിക്കുലേഴ്സ്, ഇതുവരെ പറഞ്ഞ പർട്ടിക്കുലേഴ്സിൽ കൊണ്ടുകൂടി ഉണ്ടെങ്കിൽ നൈട്രിക് ആസിഡ് ഭംഗിയായിട്ട് പ്രവർത്തിക്കും. ഹോമിയോപ്പതിക് ഔഷധത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച തരുന്നൊരു വാചകം കൂടി പറഞ്ഞുകൊണ്ടാണ് കെൻഡിയോട് അവസാനിപ്പിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഹോമിയോപ്പതിക് ഔഷധം പ്രവർത്തിക്കുന്നത്? അത് ഏതെങ്കിലും ഒരു ലക്ഷണത്തിലല്ല. നമ്മൾ കീനോട്ടിലും മറ്റുമൊക്കെ കാണുന്ന പോലെ ഏതെങ്കിലും ഒരു ലക്ഷണത്തിലല്ല ഹോമിയോപ്പതിക് ഔഷധം പ്രവർത്തിക്കുന്നത്. ഈ പറയുന്ന സാഹചര്യങ്ങളുള്ളപ്പോൾ
ഇതേപോലുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ആ ഒരു പൊതു സ്വഭാവം, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നേച്ചറുള്ള ഒരു ഔഷധം ഇതേപോലുള്ള പർട്ടിക്കുലേഴ്സ് ഉള്ള അവസ്ഥകളിലൊക്കെ ഭംഗിയായി പ്രവർത്തിക്കും. അതാണ് ഒരു ഹോമിയോപ്പതിക് ഔഷധത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ ക്രമരഹിതമായ ജീവശക്തിയിൽ ഒരു ഔഷധം പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പൊതുവായ ഒരു സ്വഭാവം, തനത് സ്വഭാവം ഉണ്ടാകണം. കൂടാതെ അയാളിൽ നിലനിൽക്കാവുന്ന പല അവയവങ്ങൾ നിലനിൽക്കാവുന്ന ഈ പറയുന്ന പർട്ടിക്കുലേഴ്സ് എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളും അതിൻ്റെതായ മൊഡാലിറ്റീസ് ഉണ്ടാകണം. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അതത് ഔഷധങ്ങൾ പ്രവർത്തിക്കും. അത് നൈട്രിക് ആസിഡിൻ്റെ കാര്യത്തിലും ശരിയാണ്. അങ്ങനെ ആ ഒരു ഹോമിയോപ്പതിക് ഔഷധത്തിൻ്റെ പ്രവർത്തന രീതിയെക്കുറിച്ചുള്ള ഒരു പൊതു സൂചന കൂടി തന്നുകൊണ്ട് കെൻഡി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ മനോഹരമായ, വളരെ ഉപകാരപ്രദമായ ഒരു ഔഷധമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് വേണ്ട രീതിയിൽ കൂടുതൽ വായിച്ച് പഠിച്ച് പ്രയോഗിക്കുക. നമുക്ക് അടുത്ത എപ്പിസോഡിൽ, ഈ പരമ്പരയുടെ 300ാമത്തെ എപ്പിസോഡിൽ നമുക്ക് പഴയ നമ്മൾ നേരെ ഇടയ്ക്ക് വിട്ടുകളഞ്ഞ ആ ഒരു ക്രമത്തിൽ തന്നെ വീണ്ടും തുടരാം. ആ ക്രമപ്രകാരം അമോണിയം കാർബോണിക്കുമാണ് അടുത്ത അധ്യായം. ആ ഒരു അധ്യായം വെച്ച് നമുക്ക് ഈ പരമ്പര വീണ്ടും തുടരാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.